ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് സൈക്കിളിൻ്റെ യുഗമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്നത് ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ചാണ്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട് ഈ മോട്ടറാടിൻ്റെ മോഡൽസിനെ കുറിച്ച്. അതിലൊന്നാണ് X1 ഉം X2. ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണ് X1 ഉം X2 തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇതിൻ്റെ പ്രൈസ് വ്യത്യാസം. 25,000 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ് X1, 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ് X2. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം, ഏതാണ് പ്രൈസ് വർത്തിയായിട്ടുള്ള ഒരു മോഡൽ, ഈ സംശയങ്ങൾക്കാണ് ഞാനിന്ന് മറുപടി തരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ X2 എന്ന് പറയുന്നത് ഒരു യൂണിസെക്സ് ഫ്രെയിമാണ്, X1 എന്ന് പറയുന്നത് ഒരു ജെൻസ് ഓറിയൻറ്റഡ് ഫ്രെയിമാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടിലും വരുന്ന കോമൺ കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് പറയാം. ആദ്യം നമുക്ക് ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും 7.8 ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് മോട്ടർ വരുന്നത് 250 watts 36 വോൾട്ടിൻ്റെ മോട്ടർ തന്നെയാണ് രണ്ടിലും വരുന്നത്. പിന്നെ എന്താണ് വ്യത്യാസം, പെഡൽ അസിസ്റ്റ് ഒരു വലിയ വ്യത്യാസമാണ്. നമുക്ക് X2 ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 5 പെഡൽ അസിസ്റ്റ് മോഡ് കിട്ടും. എന്നാൽ X1 നമുക്കൊരു കീയും അതിൻ്റെ ഇഗ്നീഷനും പിന്നെ അതിൻ്റെ പവർ ഇൻഡിക്കേറ്ററും മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സിംഗിൾ പെഡൽ അസിസ്റ്റ് മോഡാണുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെ മൈലേജ് ഡിഫറൻസസ് ഉണ്ടാകും. നമുക്ക് ഇതിനകത്ത് X1 നമുക്കൊരു 25 മൈലേജാണ് നമ്മൾ ത്രോട്ടിൽ അല്ലെങ്കിൽ പെഡൽ അസിസ്റ്റിൽ നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് X2 ഒരു 5 കിലോമീറ്റർ അഡീഷണൽ കിട്ടും. കാരണം ഇതിൻ്റെ പെഡൽ അസിസ്റ്റ് മോഡ് 5 ഉള്ളത് കൊണ്ടാണ്. X2 X1 തമ്മിലുള്ള മറ്റ് സാമ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും ത്രോട്ടിലാണെങ്കിലും ബ്രേക്കിംഗ് ആണെങ്കിലും ഇതെല്ലാം സെയിമാണ് വരുന്നത്. സീറ്റ്, പെഡല്, ക്രാങ്ക് സെറ്റ് ഇതെല്ലാം സെയിമാണ്. നമുക്ക് ഇതിനകത്ത് ഗിയർ വരുന്നില്ല ഈ മോഡലിൽ. അപ്പോൾ ബാക്കിയെല്ലാം സെയിമാണ്. നമുക്ക് ആ കൂടി വ്യത്യാസം വരുന്നത് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റും ഡിസ്പ്ലേയും X2 വ്യത്യാസമാണ്, X1 വ്യത്യാസമാണ്. അപ്പം നമുക്ക് X2 ഒരു X1 എടുത്ത കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് X2 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, അതായത് ഇതേപോലെ ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അഥവാ പറ്റണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് മൊത്തത്തിൽ മാറേണ്ടി വരും. അപ്പോൾ ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റും ഡിസ്പ്ലേയുമാണ്. ഇവിടെയും അത് തന്നെയാണ് ആ വ്യത്യാസം. ഇനി കോമൺ തിങ്സ് ഞാൻ പറഞ്ഞ പോലെ രണ്ടും 27.5 ടയർ സൈസിൽ വരുന്ന വണ്ടിയാണ്, യൂണിസെക്സ് ഫ്രെയിമാണ്, ഒന്ന് മെൻസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ ഏതാണ്, നിങ്ങൾ കുറച്ചുകൂടെ മൈലേജ് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കിലോമീറ്റർ അറിയണം, ഓഡോമീറ്റർ അറിയണം, ട്രിപ്പ് അറിയണം, നിങ്ങളുടെ ബാറ്ററി ഇൻഡിക്കേറ്റർ നമുക്ക് മൊബൈൽ കാണും പോലെ ഡിസ്പ്ലേയിൽ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് X2 സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റർ മാത്രം മതി, നമ്മുടെ ബേസിക് കാര്യങ്ങൾ നടക്കാനായിട്ട് ഒരു ഇലക്ട്രിക് സൈക്കിളാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് X1 നോക്കാം. രണ്ടും തമ്മിൽ ഏകദേശം 3,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യൂ. ഏതാണെങ്കിലും ഞങ്ങളുടെ റാൻ ക്രോസ് റോഡ് സൈക്കിൾസിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പം ഈ സൈക്കിൾ സ്വന്തമാക്കാനായിട്ട് വിസിറ്റ് ചെയ്യൂ. റാൻ ക്രോസ് റോഡ് സൈക്കിൾസ് 4 ട്രിവാൻഡ്രം.